ഓണത്തെ ആഘോഷമാക്കുന്നത് പൂക്കളമാണ്. വർഷത്തിൽ എല്ലാ ദിവസവും പൂക്കളം തീർക്കുന്ന ഒരു തറവാടുണ്ട് കോഴിക്കോട് നടുവണ്ണൂരിൽ. നന്ദാനശ്ശേരി ദശപുഷ്പങ്ങളിൽ കെട്ടുന്ന പൂക്കളും ഇലകളും ഉപയോഗിച്ചാണ് പൂക്കളം തീർക്കുന്നത്. ഓണത്തെ വരവേൽക്കാൻ അത്തം മുതൽ പൂക്കളമൊരുക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചയാണ് ഉത്തര കേരളത്തിലെ ചില ഭവനങ്ങൾ. വർഷത്തിൽ 365 ദിവസവും പൂക്കളമൊരുക്കിയാണ് ഇവിടങ്ങളിൽ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പ്രാദേശികമായി നിലനിന്നു വരുന്ന സമ്പ്രദായമാണ് നിത്യപൂക്കളം. നാടൻ പൂക്കൾ ഉപയോഗിച്ചാണ് ഇവിടങ്ങളിൽ പൂക്കളം ഒരുക്കുന്നത്. ദിവസവും തൊടിയിൽ നിന്ന് കിട്ടുന്ന നാടൻ പൂക്കൾ ഉപയോഗിച്ചാണ് പൂക്കളം ഒരുക്കുന്നത്. പൂക്കളമിടൽ മറ്റേതൊരു ദിനചര്യയും പോലെ പ്രധാനമാണ്. കോവിലകത്തെ രാവിലെ പൂക്കളം തീർത്തതിന് ശേഷമാണ് മറ്റു ദിനചര്യകൾ ആരംഭിക്കുന്നത്. ചില ദിവസങ്ങളിൽ ഉമ്മറത്ത് 10 പൂക്കൾ വരെ സ്ഥാനം പിടിക്കും. എല്ലാ ദിവസവും പൂക്കളം തീർക്കുന്ന ഒരില്ലമാണ് കോഴിക്കോട് നടുവണ്ണൂരിലെ നന്ദാനശ്ശേരി. പ്രശസ്തമായ തറവാട് നന്ദാനശ്ശേരി ഭവനം അകത്ത് കുടുംബ ഭഗവതിയുടെ പ്രതിഷ്ഠയ്ക്ക് മുന്നിലും വീട്ടുമുറ്റത്തും പൂക്കളം തീർക്കും. എല്ലാ ദിവസവും പൂവിടുന്നത് ഒരു ദേവസങ്കല്പമായിട്ടാണ്. ഞങ്ങളുടെ കുടുംബ ഭഗവതി പ്രതിഷ്ഠയുണ്ട് ഇവിടെ. അതിൻ്റെ ഒരു സങ്കല്പമായിട്ടാണ്. അത് പുറത്ത് സാധാരണ ഇടലുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിഷ്ഠ ഇവിടെ മാറ്റി സ്ഥാപിച്ചപ്പോൾ, വീട് മാറ്റിയപ്പോൾ പ്രതിഷ്ഠ കുറച്ച് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിഷ്ഠയോട് കൂടിയും ദിവസവും പൂവിടുന്നുണ്ട്, പൂജിക്കുന്നുണ്ട്. പൂജയോടുകൂടി പുഷ്പങ്ങളൊക്കെ സമർപ്പിക്കും. അതിന് പുറമെ ഇടലുണ്ട്. പുറമെ എല്ലാ ദിവസവും ഇടലുണ്ട്. കൊല്ലത്തിലും 365 ദിവസം പൂടുന്ന ഒരു സ്ഥലമാണിത്. സാധാരണയായി നാടൻ പൂക്കളമാണ് തീർക്കുക. ദശപുഷ്പങ്ങളിൽ കിട്ടുന്ന പൂക്കളും ഇലകളും ഉപയോഗിച്ചാണ് പൂക്കളം തീർക്കുന്നത്. ഋതുക്കളുമായി ബന്ധപ്പെട്ടാണല്ലോ പൂക്കളെല്ലാം. ഋതുക്കളുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന നമുക്ക് ലഭ്യമാവുന്ന നാടൻ പൂക്കൾ കളക്ട് ചെയ്ത് അവ മുറ്റത്ത് പൂക്കളം തീർക്കുകയാണ് സാധാരണ പതിവ്. പൂക്കൾ മാത്രമല്ല, ഇലകളുമുണ്ട്. മനുഷ്യൻ്റെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട പൂക്കൾക്കും ഇലകൾക്കും ഒക്കെയുള്ള പ്രാധാന്യം, അവയുടെ ഔഷധ ഗുണം, ഇവയൊക്കെ കണക്കിലെടുത്ത് കൊണ്ട് തന്നെയാവാം പഴമക്കാർ ഇങ്ങനെ ഒരു ആചാരം നിലനിർത്തിക്കൊണ്ടുവന്നത്. പഴയ തറവാട് പുതുക്കിപ്പണിതെങ്കിലും പഴമയെ മുറുകെ പിടിച്ച് ഇപ്പോഴും ആചാരം തുടരുകയാണ്. നടുവണ്ണൂരിൽ നിന്നും രാകേഷ് പകർത്തിയ ദൃശ്യങ്ങൾക്കൊപ്പം നസീർ ബാബു, DD ന്യൂസ്, കോഴിക്കോട്.